Good afternoon. Today we are going to discuss about high-tech farming. High-tech farming എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let us define what is a high-tech farming system is. High-tech farming is a knowledge-based agricultural system. It is a knowledge-based agriculture system that makes use of technology to increase the value and quality of farm produce. അതായത് കാർഷിക ഉൽപ്പന്നത്തിൻ്റെ മൂല്യവും ക്വാളിറ്റി ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നോളജ് ബേസ്ഡ് അതായത് അറിവും വിവരസാങ്കേതികവിദ്യയും ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതികവിദ്യയും അറിവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് ഹൈടെക് ഫാമിംഗ്. ഹൈടെക് ഫാമിംഗ് ഈസ് എ നോളജ് ബേസ്ഡ് അഗ്രികൾച്ചർ സിസ്റ്റം. അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാർഷിക സംവിധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും ഗുണമേന്മയും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാർഷിക സംവിധാനമാണ്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക സംവിധാനത്തെയാണ് നമ്മൾ ഹൈടെക് ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഹൈടെക് ഫാമിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫാമിങ്ങിനെയാണ് നമ്മൾ ഹൈടെക് ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ദിസ് ഹൈടെക് ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് where land is limited and costly. So it is usually used in densely populated areas. ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ where land is very costly as well as limited in supply. ഭൂമി കോസ്റ്റ്ലി ആയിട്ടുള്ളതും ലിമിറ്റഡ് ഇൻ സപ്ലൈ അധികം ഇല്ലാത്തതുമായിട്ട് അധികം ഭൂമി ഇല്ലാത്തതുമായുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഹൈടെക് ഫാമിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. So we are using computer technology as well as automation technology to manage processes such as watering, fertigation and pest control to ensure high quantity and high quality output. അതായത് നമുക്ക് ഉയർന്ന ക്വാളിറ്റിയിലുള്ളതും ഉയർന്ന അളവിലുള്ളതുമായ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിങ് അതായത് നന തുടങ്ങി ഫെർട്ടിഗേഷൻ മുളപ്പിക്കൽ വിത്ത് മുളപ്പിക്കൽ തുടങ്ങി പെസ്റ്റ് കൺട്രോൾ അതായത് കീട നിയന്ത്രണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ഓട്ടോമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈടെക് ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈടെക് ഫാമിങ്ങിലൂടെ വി ക്യാൻ എൻഷുർ ഹൈ ക്വാളിറ്റി ആസ് വെൽ ആസ് ഹൈ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട്. So a main advantage of high-tech farming is that its production is very high. So we can have better production or better quantity or better quality production. The production will be high in high-tech farming. High-tech farming production വളരെ കൂടുതലായിരിക്കും. So with the introduction of high-tech farming, we can increase the farm produce like vegetables as well as fruits. We can increase the output of vegetables as well as fruits, and when the output of fruits and vegetables increase, it will become cheaper and of better quality. So through high-tech farming we can increase the output as well as the output and fruits will become output of vegetables and fruits will become more cheaper as well as it will be of better quality. നല്ല ക്വാളിറ്റിയിലുള്ളതും ചീപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് എൻഷുർ ചെയ്യാം ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ഹൈടെക് ഫാമിംഗ്. So that means that more people are able to afford and have better diet. So when the output like vegetables and fruits becomes cheaper, more poor people will have access to better vegetables and better fruits, and they can afford these vegetables and fruits. They can purchase these vegetables and fruits at cheaper cost or by paying cheaper rates they can have these vegetables as well as fruits and they can have a better diet. നല്ലൊരു ഡയറ്റ് കിട്ടുന്നതിനും പുവർ പീപ്പിളിനും എന്താണ് കൂടുതൽ ഡയറ്റും നല്ല ഡയറ്റും അതുപോലെ നല്ല ബെറ്റർ ക്വാളിറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാനായിട്ട് പറ്റും. സോ safe to eat food is affordable usually only to the rich people. Usually safe to eat rich people are purchased by the rich people and the elite strata of the society. അതായത് സമൂഹത്തിലെ ഉന്നത കുലജാതർക്ക് അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് മാത്രമാണ് സേഫ് ടു ഈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുക അല്ലേ. സാധാരണക്കാർക്ക് ദേ ആർ പർച്ചേസിങ് ഓൺലി ലോ ക്വാളിറ്റി കമോഡിറ്റീസ് especially fruits and vegetables they are purchasing of low quality. So the safe to eat food is affordable only to the rich as well as elite sections of the society. But through this high-tech farming
we can have better access to fruits and vegetables to the poor people also. ഹൈടെക് ഫാമിങ്ങിലൂടെ നമുക്ക് പുവർ പീപ്പിളിന് ബെറ്റർ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നമുക്ക് ആക്സസിബിൾ ആക്കാൻ പറ്റും. അതായത് അത് പോരാഞ്ഞിട്ട് നമുക്കറിയാം സാധാരണ ബൈ യൂസിങ് നാച്ചുറൽ റിസോഴ്സസ് എ ലാർജ് സ്പേസ് ഈസ് നെസസറി ഓർ റിക്വയർഡ് ഫോർ കൾട്ടിവേറ്റ് ക്രോപ്സ് അല്ലേ. ഫോർ യൂസിങ് ദാറ്റ് ഈസ് ഫോർ പ്രൊഡ്യൂസിങ് in large farming, usually large spaces are needed for cultivating vegetables and crops using the natural resources. But in high-tech farming, one specialty is that the space requirement is very small, very less. Only less land is required, or only less space is required for high-tech farming. That is, we can produce more products using less land, as well as by using too minimal manpower requirement. Manpower required is also too minimal. When the land used for cultivation is large, we need more laborers or more manpower. But in high-tech farming, we can cultivate fruits and vegetables by using less quantity of land. By using less quantity of land, we can have high-tech farming. So as the land used for high-tech farming is less, the manpower which is used for high-tech farming will also be less. We do not need much labor in high-tech farming. That is an advantage, or that is an advantage of high-tech farming. So that will help to increase the ever growing demand for food. ഫുഡിനുള്ള എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനും നമുക്ക് ഹൈടെക് ഫാമിങ്ങിലൂടെ കഴിയും. So in other states, many other states have implemented high-tech farming, and it has proven that the production of high-tech farming can increase production by 3 to 10 times. So through high-tech farming, many states have adopted the high-tech farming techniques in many states, and through the adoption of high-tech farming, they are able to increase the production by 3 to 10 times. 3 മുതൽ 10 മടങ്ങ് വരെ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഹൈടെക് ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. സോ മെനി പീപ്പിൾ ആർ സെലക്ടിങ് ഹൈടെക് ഫാമിംഗ് നൗ. ദാറ്റ് ഈസ് ദർ ഈസ് ദ നീഡ് ഫോർ എ ലിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. No much investment is needed for high-tech farming. So many people are opting high-tech farming in recent years. So there is a synthesis of micro irrigation, soilless farming, fertilization, protected agriculture, micro breeding, hybrid seed use, and plastic sheeting. അപ്പോൾ ഒരു സിന്തസിസ് ആണ്, കുറേ കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഹൈടെക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. മൈക്രോ ഇറിഗേഷൻ എന്ന് വെച്ചാൽ സ്മോൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സോയിൽലെസ് ഫാമിംഗ് എന്ന് വെച്ചാൽ മണ്ണില്ലാതെയുള്ളൊരു കൃഷി, ദെൻ ഫെർട്ടിലൈസേഷൻ, വളം ചെയ്യൽ, പ്രൊട്ടക്റ്റഡ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ ഗ്രീൻ ഹൗസില്ലേ, നമ്മൾ ഗ്രീൻ ഹൗസ് ഉപയോഗിക്കാറുണ്ട്, പോളി ടണലുകൾ ഉപയോഗിക്കാറുണ്ട്, ഷെയ്ഡി നെറ്റ് അടിച്ചുണ്ടാക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് അഗ്രികൾച്ചർ എന്ന്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. മൈക്രോ ബ്രീഡിങ്, ഹൈബ്രിഡ് സീഡ് യൂസ്, അതായത് വളരെ ചെറിയ വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ഷീറ്റിംഗ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കാര്യങ്ങളുടെ ഒരു സിന്തസിസാണ്, ഒരു കൂട്ടമാണ്, ഒരു യോജിപ്പാണ് ഈ മൈക്രോ ഫാമിംഗ് എന്ന് പറയുന്നത്. മൈക്രോ ഇറിഗേഷൻ ഉണ്ടാവാനകത്ത് സോയിൽലെസ് ഫാമിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ, വളം ഉപയോഗിക്കലുണ്ട്, അതുതന്നെ പ്രൊട്ടക്റ്റഡ് അഗ്രികൾച്ചർ, അതായത് ഈ ഗ്രീൻ ഹൗസും പോളി ടണലുകളും ഷെയ്ഡി നെറ്റുകൾ, ഗ്ലാസ് ഹൗസുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഹൈടെക് ഫാമിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ഹൈടെക് ഫാമിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. സോ when we are planning fertilizer for high-tech farming, we should consider the plant needs. we have to consider the plant needs separately. അതായത് ഓരോ പ്ലാന്റിനും ആവശ്യമായ ഫെർട്ടിലൈസർ ഏതാണെന്ന് നമ്മൾ പരിഗണിക്കണം. എല്ലാ പ്ലാന്റ്സിനും ഒരേ ഫെർട്ടിലൈസർ അല്ല ആവശ്യം. ഇപ്പം നമ്മൾ തക്കാളിക്ക് ഇടുന്ന ഒരു ഫെർട്ടിലൈസർ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ വേറൊരു എന്തെങ്കിലും ഒരു ഐറ്റത്തിന്, ഉദാഹരണത്തിന് കോവൽ അങ്ങനെയുള്ള സാധനത്തിൽ ഇടുന്നത്. അപ്പോൾ ഫെർട്ടിലൈസർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് കൺസിഡർ ദ പ്ലാന്റ് സെപ്പറേറ്റ്ലി. അതിനെ ഓരോ പ്ലാന്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. That is, we have to take into consideration the soil fertility and plant condition.
സോയിൽ ഫെർട്ടിലിറ്റി നമ്മൾ പരിഗണിക്കണം, മണ്ണിൻ്റെ ഫലപുഷ്ടി പരിഗണിക്കണം, പ്ലാന്റിൻ്റെ കണ്ടീഷൻസ് പരിഗണിക്കണം. അതൊക്കെ അനുസരിച്ച് മാത്രമേ നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലോയ് ദ നാച്ചുറൽ റിസോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ബെറ്റർ ഈൽഡ്സ്. അപ്പം കൂടുതൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെയും കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ചൂഷണം ചെയ്യുന്ന കാര്യം നമ്മൾ തീരുമാനിക്കണം. So we can cultivate varieties of crops using this high-tech farming. High-tech farming ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം ക്രോപ്സ് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. പലതരത്തിലുള്ള ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് നമ്മൾ ചെറിയ തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന ചെറിയ വിളകളുണ്ടാവും. ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് പ്രധാനമായിട്ടും വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് ഹൈടെക് ഫാമിങ് നമുക്ക് യോജിച്ചതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് വെജിറ്റബിൾസിന് ഒക്കെ ആവശ്യമായ ഫെർട്ടിലൈസേഴ്സ് അഡോപ്റ്റ് ചെയ്യണം, പ്രോപ്പർ ഇറിഗേഷൻ ഫെസിലിറ്റി അഡോപ്റ്റ് ചെയ്യണം. അതിലൂടെയൊക്കെ ത്രൂ പ്രോപ്പർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്രോപ്പർ സൈസ് ഓഫ് ഇറിഗേഷൻ വി ക്യാൻ ഈൽഡ് ഹൈ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസറും ആവശ്യത്തിനുള്ള ഇറിഗേഷനും ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഉയർന്ന ഫെർട്ടിലിറ്റി നേടാനായിട്ട് നമുക്ക് കഴിയും. ദെൻ ഹൈടെക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈടെക് ഫാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെ? ഫസ്റ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് മെത്തേഡ് മീൻസ് പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷൻ എന്ന പേരിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷൻ പ്രൊട്ടക്റ്റീവ് മെത്തേഡ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം വർക്ക്. അതൊരു ചട്ടക്കൂടാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. എ കവർ യൂസ്ഡ് ഫോർ ഗ്രേസിങ്, അത് വളർത്തുന്നതിന് വേണ്ടി ഒരു കവർ ഉണ്ടാവും, ഒരു മോൾ ഭാഗത്തൊരു കവർ ഉണ്ടാവും. ആൻഡ് എ സിസ്റ്റം ഫോർ കൺട്രോളിങ് ദ വെജിറ്റേഷൻ എൻവയോൺമെൻറ്റ്. മാത്രമല്ല ഈ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തെ ഒരു പരിസ്ഥിതിയെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടാവും. ആ വെജിറ്റേഷൻ നമുക്ക് പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷൻ അല്ലെങ്കിൽ ഈ കവറേജ് ഉപയോഗിക്കുന്നത്. ഈ കവറിനുള്ളിലായിരിക്കും നമ്മൾ ഈ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷൻ പ്രധാനമായിട്ടും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും, ഒരു ചട്ടക്കൂടുണ്ടാവും. അതിനകത്ത് ഈ കവറാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെജിറ്റേഷൻ എൻവയോൺമെൻറ്റൊക്കെ നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കും. അതിനുശേഷം ഈ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ 3 കാറ്റഗറിയാണ് പ്രധാനമായിട്ട്. നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഏതാ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കവറിന് നമുക്ക് പല രീതിയിലുള്ള കവർ ഉണ്ടാവും. ഒന്ന് ഗ്രീൻ ഹൗസസ് എന്ന് പറയും. അപ്പോൾ ഗ്രീൻ ഹൗസസ് എന്ന് പറഞ്ഞാൽ ദ റൂഫ് ആൻഡ് സൈഡ്സ് ആർ കവേർഡ് വിത്ത് പ്ലാസ്റ്റിക് ഷീറ്റ്സ്. ഇതിനകത്ത് മോൾ ഭാഗവും സൈഡുകളും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട്, പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യും. ഗ്ലാസ് ഹൗസസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഗ്ലാസ് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് എന്ന് പറയുന്നൊരു മെറ്റീരിയലുണ്ട്. ഫൈബർ ഗ്ലാസ് ഒക്കെയാണ് ഇതിനകത്ത് കവറായിട്ട് എൻവലപ്പായിട്ട് ഉപയോഗിക്കുക. ഗ്ലാസ് ഹൗസ് ഉണ്ടാവും. പോളി ഹൗസസ് ഉണ്ടാവും. പോളി ഹൗസ് എന്ന് വെച്ചാൽ പോളിത്തീൻ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റെറിലൈസേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ 3ാമത്തെ കവർ ഉപയോഗിക്കുക. അങ്ങനെ 3 തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷനാണ് അല്ലെങ്കിൽ ഒരു കവറേജാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്രീൻ ഹൗസ് കവറേജ് ഉണ്ടാവും, ഗ്ലാസ് ഹൗസസ് കൊണ്ടുള്ള ഒരു കവർ ഉണ്ടാവും, പോളി ഹൗസസ് കൊണ്ടുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ള കവർ ഉണ്ടാവും. അങ്ങനെയുള്ള 3 തരത്തിലുള്ള ഒരു കവറാണ് ഈ പ്രൊട്ടക്റ്റീവ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് 3 തരത്തിലുള്ള കാറ്റഗറീസാണ് വെജിറ്റേഷൻ ഉണ്ടാവുക. ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള ഒരു വെജിറ്റേഷനാണ് ഉണ്ടാവുക. ഗ്രീൻ ഹൗസസ്, ഗ്ലാസ് ഹൗസസ്, പോളി ഹൗസസ്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മൾ വേറൊരു മാർഗ്ഗമാണ് പ്രിസിഷൻ ഫാമിങ്. ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാണെന്ന് എൻ്റെ ഒരു വിചാരം, എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. Precision farming is a system of farming that provides the plants with right amount of water and nutrients needed for the growth in a timely manner. അതായത് കൃത്യസമയത്ത് പ്ലാന്റ്സിന് ആവശ്യമായ വെള്ളവും ന്യൂട്രിയൻസും കൊടുത്തുകൊണ്ട്, പോഷകഘടകങ്ങളും കൊടുത്തുകൊണ്ട് പ്ലാന്റ്സിന് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പ്രിസിഷൻ ഫാമിംഗ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് എ പ്ലാന്റ്സ് വിത്ത് റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. അതിനാവശ്യമായ തരത്തിലുള്ള തോതിലുള്ള വെള്ളവും ന്യൂട്രിയൻസും കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തെ, അങ്ങനെയുള്ള ഒരു കാർഷിക സംവിധാനത്തെയാണ് നമ്മളെന്ന് പറയുന്നത്. ഒരു കൃത്യസമയത്ത് ഒരു പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും ന്യൂട്രിയൻസും പോഷക ഘടകങ്ങളും കൃത്യസമയത്ത് കൊടുക്കുന്ന തരത്തിലുള്ളൊരു കാർഷിക സംവിധാനത്തെയാണ് നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫാമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറുതായിട്ട് കുറേ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ വെള്ളം അതിൻ്റെ റൂട്ടിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്ന രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണ്, ജലസേന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പോളി ഹൗസസിലും ഔട്ട്ഡോർ ഏരിയയിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. പോളി ഹൗസസ് നേരത്തെ പറഞ്ഞ പോളിത്തീൻ ഹൗസസിനകത്തും ചെയ്യാം, ഔട്ട്ഡോർ ഏരിയസിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രിസിഷൻ ഫാമിംഗ് നമ്മൾ ഹൈടെക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഹൈടെക് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഹൈടെക് ഫാമിംഗ് വിൽ ഹെൽപ്പ് ടു പ്രൊവൈഡ് പ്രൊഡക്റ്റീവ് വാട്ടർ, ഫെർട്ടിലൈസർ ആൻഡ് കൺട്രോൾ ഏജൻറ്റ്സ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ റിയൽ ടൈം. കൃത്യസമയത്ത്
കൃത്യ ഇടവേളകളിൽ വാട്ടറും ഫെർട്ടിലൈസറും കൺട്രോളിങ് ഏജൻസും. അപ്പോൾ കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളവും ചെടിയെ കൺട്രോൾ ചെയ്യാനുള്ള ഏജൻസ്, അതായത് പെസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള, അതായത് കീടങ്ങൾ നശിക്കാനുള്ള കൺട്രോളിങ് ഏജൻസിനെയൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്ന സംവിധാനമാണ് ഹൈടെക് ഫാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വി ക്യാൻ സേവ് അപ് ടു 3 lakh പെർ ഇയർ ഫ്രം 1,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് പോളി ഹൗസ്. ഒരു പോളി ഹൗസ്, അതായത് 1000 സ്ക്വയർ മീറ്റർ പോളി ഹൗസിൽ നിന്ന് നമുക്ക് വർഷത്തിൽ 3 ലക്ഷം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ബൈ അഡോപ്റ്റിംഗ് ദിസ് ഹൈടെക് ഫാമിംഗ്. അതായത് നമ്മൾ കൃത്യസമയത്ത് കൃത്യമായ തരത്തിലുള്ള വെള്ളവും കൃത്യമായ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുള്ളൂ, കൃത്യമായ കൺട്രോൾ ഏജൻസിനെയാണ് ഉപയോഗിക്കുന്നത്, പെസ്റ്റ് കൺട്രോൾ ഏജൻസിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു 1000 സ്ക്വയർ മീറ്റർ പോളി ഹൗസിൽ നിന്ന് നമുക്ക് 3 ലക്ഷം രൂപ വരെ ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡ്യൂസ്. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും, ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നല്ല വാല്യുബിൾ ക്രോപ്സായ ക്യാപ്സിക്കം, ജെർക്കിൻസ് എന്ന് വെച്ചാൽ കോവയ്ക്ക, ദെൻ സാലഡ് കുക്കുംബേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സാലഡിന് ഉപയോഗിക്കുന്ന കുക്കുംബർ വെള്ളരി, ദെൻ സ്ട്രോബെറീസ് ഉൽപ്പാദിപ്പിക്കാം, ചെറി ടൊമാറ്റോസ്, കുഞ്ഞു തക്കാളികൾ, കോമൺ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു പല സാധനങ്ങളും നമുക്ക് ഹൈടെക് ഫാമിങ്ങിലൂടെ ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് the shape, size and quality products produced in the controlled environment in greenhouses are similar in value, thus increasing export value and thus earning more foreign currency. അതായത് നമ്മളൊരു ഈ ഗ്രീൻ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെല്ലാ അതിൻ്റെ ഷേപ്പും സൈസും ക്വാളിറ്റിയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ പാടത്ത് കൃഷി ചെയ്യുന്ന ചില വെജിറ്റബിൾസ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും, ചിലത് കേടുവന്നായിരിക്കും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ ഹൈടെക് ഫാമിങ്ങിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും ക്വാളിറ്റിയൊക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് നല്ല എക്സ്പോർട്ട് വാല്യൂ ഉണ്ടാവും, നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈ ഫോറിൻ കറൻസി നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നിന്ന്, ഈ ഹൈടെക് ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ. അതുപോലെ ഹൈ കോസ്റ്റ് ഫെർട്ടിലൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹൈടെക് ഫാമിംഗ് നമ്മൾ ഹൈ കോസ്റ്റ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന കേസിൽ പോലും ഹൈടെക് ഫാമിംഗ് ക്യാൻ റിഡ്യൂസ് ദ ലോസ് ഓഫ് എലമെൻറ്റ്സ്. ഹൈടെക് ഫാമിങ്ങിലൂടെ നമുക്ക് അതിലെ ഘടകങ്ങൾ, ഈ ഉപയോഗിക്കുന്ന ഉയർന്ന ഫെർട്ടിലൈസറിലെ ഘടകങ്ങൾ നശിക്കുന്നത് തടയാൻ കഴിയും. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പം ഇവയെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വളം ചേർത്താൽ മതി, അതിന് കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ എലമെൻസിനെ, അതിനകത്ത് ഉപയോഗിക്കുന്ന വളത്തിൻ്റെ എലമെൻസിനെ നമുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, നമുക്ക് ലോസൊക്കെ കുറയ്ക്കാൻ, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഗ്രീൻ ഹൗസ് ഫാമിങ്, ഹൈടെക് ഫാമിങ്ങിനകത്തുള്ള ഒരു സംവിധാനമാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എന്താണ്, ഗ്രീൻ ഹൗസ് ഫാമിംഗ് അലൗസ് ദ യൂസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് വിതിൻ ദ ഗ്രീൻ ഹൗസ്, ദസ് ഒപ്റ്റിമൈസിങ് ക്രോപ്പ് ഈൽഡ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലൂടെ കാർബൺ ഡയോക്സൈഡിനെ ആ ഗ്രീൻ ഹൗസിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ക്രോപ്പിൻ്റെ ഈൽഡ് വർദ്ധിപ്പിക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ്. ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലൂടെ സാധാരണ എന്താണ്, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത് പ്ലാന്റ്സ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്രീൻ ഹൗസിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാനും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ടും സാധിക്കും. പിന്നെ ഈ ഹൈടെക് ഫാമിംഗ് നല്ലതുപോലെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈടെക് അഗ്രികൾച്ചർ ഇൻ ഗൾഫ്, അറേബ്യൻ കൺട്രീസ് ആൻഡ് ഇസ്രായേൽ, they have successfully implemented this high-tech farming in these countries. ഈ രാജ്യങ്ങൾ, അതായത് ഗൾഫ് കൺട്രീസ്, then Arabian countries as well as Israel have successfully adopted this high-tech farming because their land is not suitable for agriculture. അവിടെ ഭൂമി കൃഷിക്ക് യോഗ്യമല്ലാത്ത ഭൂമിയാണ് ഇസ്രായേലിലായാലും ഈ ഗൾഫ് കൺട്രീസിലായാലും അറേബ്യൻ കൺട്രീസിലായാലും. സോ ഹിയർ ദേ ഹാവ് സക്സസ്ഫുള്ളി അഡോപ്റ്റഡ് ദിസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവർ ഹൈടെക് അഗ്രികൾച്ചർ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. So in Kerala we know that there is shortage of labor and the wages are high, and so we can solve these problems by adopting high-tech farming and we can reduce cost by 50 to 75%. നമുക്കറിയാം ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. മാത്രമല്ല നമ്മുടെ ലേബർ സപ്ലൈയും കൂടുതലാണ്. അതുകൊണ്ട് വി ക്യാൻ അഡോപ്റ്റ് ദിസ് ഹൈടെക് ഫാമിംഗ് ഇൻ കേരള ആൻഡ് ദസ് റിഡ്യൂസ് ദ കോസ്റ്റ് ബൈ 50 to 75%. 50 മുതൽ 75% വരെ കോസ്റ്റ് കുറയ്ക്കാനും കഴിയും. ജോബ് എഫിഷ്യൻസി 82% ഹയർ, 80 to 90% ഹയർ.
ജോബ് എഫിഷ്യൻസി, അതായത് ആൾക്കാരുടെ തൊഴിൽ ക്ഷമതയും, അതായത് ജോലിയിലുള്ള ക്ഷമതയും കാര്യക്ഷമതയും വളരെ കൂടുതലാണ്. 80 മുതൽ 90% വരെ കാര്യക്ഷമതയും കൂടും. ഹൈടെക് ഫാമിങ്ങിൽ ജോലിയുടെ കാര്യക്ഷമതയും കൂടും. അപ്പോൾ നമുക്കറിയാം വി ഹാവ് റെയിൻഫോൾ only for 6 months in a year. So mainly our vegetable cultivation is done in summer in India. പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഇന്ത്യയിൽ ചെയ്യുന്നത് സമ്മർ സീസൺസിലാണ്. കാരണം ബാക്കി 6 months നമ്മുടെ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ കിട്ടുന്ന സമയമാണ്. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഫാമിംഗ് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ആസ് വെൽ ആസ് ഫ്ലവേഴ്സ് ഇയർ റൗണ്ട്. വർഷം മുഴുവൻ നമുക്ക് ഗ്രീൻ ഹൗസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഹൈടെക് ഫാമിങ്ങിലൂടെ വർഷം മുഴുവൻ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൃഷി ചെയ്യാൻ കഴിയും. പിന്നെ ഡിസീസ് കൺട്രോൾ വളരെയധികം നമുക്ക് പൂർണ്ണമായും അച്ചീവ് ചെയ്യാൻ ഏതിലൂടെ കഴിയും? ക്രോപ്പ് ലോസസും, അതായത് കൃഷി നശിക്കാതിരിക്കാനും അല്ലെങ്കിൽ ക്രോപ്സിനെ സംരക്ഷിക്കാനും രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിലൂടെ ഈ ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ഹൈടെക് ഫാമിംഗ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ കേരളൈറ്റ്സ് ടു പ്രൊഡ്യൂസ് ടോക്സിക് ഫ്രീ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയവും ടോക്സിക് ഫ്രീ വെജിറ്റബിൾസ്, അതായത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കേരളീയരെ സഹായിക്കും എന്ന് പറയുന്നത് ഹൈടെക് ഫാമിംഗ് സഹായിക്കും. അതുകൊണ്ട് വി ഷുഡ് ഡു സംതിങ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ ആൻഡ് ഡെഡിക്കേഷൻ. വളരെ ശ്രദ്ധയോടുകൂടി, വളരെ അർപ്പണബോധത്തോടുകൂടി നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ വി ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ബെറ്റർ റിട്ടേൺസ് ത്രൂ റെഡ്യൂസിങ് cost of through reducing the cost of building a poly house. അപ്പം നമ്മൾ ഈ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, റിട്ടേൺസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളി ഹൗസ് ഉണ്ടാക്കുന്ന കോസ്റ്റൊന്നും ഒന്നും അല്ലാതായിപ്പോൾ. അപ്പോൾ ഹൈടെക് ഫാമിങ്ങിൻ്റെ സക്സസ് നമുക്ക് കൃത്യമായി എല്ലാ സ്റ്റേജിലും പോളി ഹൗസ് കൺസ്ട്രക്ഷനിലൂടെയും പ്ലാന്റിങ്ങിലൂടെയും സീഡ് സെലക്ഷനിലൂടെ വിത്ത് സെലക്ട് ചെയ്യുന്നതിലൂടെയും ആ ക്രോപ്പിനെ മാനേജ് ചെയ്യുന്നതിലൂടെയും അറ്റ്മോസ്ഫറിക് അറേഞ്ച്മെൻറ്റ്, ടെമ്പറേച്ചർ അറേഞ്ച് ചെയ്യുന്നതിലൂടെയും ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെയും ഹാർവെസ്റ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് ഹൈടെക് ഫാമിംഗ് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഹൈടെക് ഫാമിങ്ങിൽ വളരെ വലിയൊരു വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എല്ലാ സ്റ്റേജിലും പോളി ഹൗസ് നിർമ്മിക്കുന്നത് തൊട്ട്, വിത്ത് ഇടുന്നത് തൊട്ട്, വിത്ത് സെലക്ട് ചെയ്യുന്നത് തൊട്ട്, ക്രോപ്പ് മാനേജ് ചെയ്യുന്നത് തൊട്ട്, അറ്റ്മോസ്ഫറിക് അറേഞ്ച്മെൻറ്റ്, അതായത് അന്തരീക്ഷം ഊഷ്മാവ് ക്രമീകരിക്കുന്നത് തൊട്ട്, ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് തൊട്ട്, ഹാർവെസ്റ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ കാര്യമായി ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഹൈടെക് ഫാമിങ്ങിന് വളരെ വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അപ്പം മോഡേൺ ആൻഡ് റിലൈസ് വെരി ലിറ്റിൽ ഓൺ ദ എൻവയോൺമെൻറ്റ് ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജിയെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന, അധികം സ്വാധീനിക്കാത്ത, അധികം ഡിപ്പെൻഡ് ചെയ്യാത്ത ഒന്നാണ് ഹൈടെക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. അപ്പം ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ വി ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്രോപ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യാം, ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ? ഹൈടെക് ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ. കേൾക്കുക.